ഞങ്ങൾക്ക് ടോർച്ച് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. ദൃശ്യങ്ങൾ കാണാം. ഈ ചെന്താമരയെ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ മക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള വടികളൊക്കെ ഉപയോഗിച്ചാണ് സ്വയം രക്ഷാർത്ഥം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൊടും ക്രിമിനലാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ്, അവർക്ക് വലിയ ഭയമുണ്ട്. സ്ത്രീകളൊക്കെ തന്നെ ഭയമുണ്ടെങ്കിലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലിന് രംഗത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ മൊബൈലിന്റെ ചെറിയ ഈ ലൈറ്റ് മാത്രമുള്ളൂ. അവർക്ക് ടോർച്ചോ മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ പോലീസ് നൽകിയാൽ ഒന്നുകൂടി ഊർജിതമായി നിങ്ങൾ തരും. ഞങ്ങൾ തരും, അടിപൊളിയായിട്ട് സൂപ്പറായി തരും. നിങ്ങൾക്ക് ഈ ജനിച്ചു വളർന്ന ആൾക്കാരാണ്, നമുക്ക് ഈ ഏരിയ അറിയാം. അപ്പം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും, അതാ പറയാനുള്ളത്. മുഖത്ത് വലിയ ഭയമുണ്ട് എങ്കിലും ആ പ്രതിയെ പിടികൂടണമെന്നൊരു ഉദ്ദേശം തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. കുട്ടികൾ മാത്രമാണ് ചെന്താമരയെ കണ്ടിരിക്കുന്നത്. ഇതിൽ പോലീസ് പക്ഷേ സ്ഥിരീകരിക്കുന്നു അത് ചെന്താമരയാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അല്ലേ? അതായത് അരുൺകുമാർ, ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ചെന്താമരയെ കണ്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഡിവൈഎസ്പിയോട് നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ചെന്താമര തന്നെയാണ് CCTV ദൃശ്യങ്ങളിൽ കണ്ടുവരികയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ചെറിയ സംശയമുണ്ടായിരുന്നു. അവിടെ എത്തി ഈ ആ വ്യക്തിയെ പിന്തുടർന്ന സമയത്ത് അയാൾ ഓടുന്നതാണ് പിന്നീട് പോലീസ് കാണുന്നത്. സ്വാഭാവികമായിട്ടും അത് ചെന്താമരയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നാലെ ഓടുന്ന സമയത്ത് ഓടിമറയാൻ ശ്രമിക്കുന്ന ചെന്താമരയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുൻപിലേക്ക് വന്ന് അകപ്പെടുന്നത്. ആ വിദ്യാർത്ഥികളോട് ഈ ചെന്താമരയുടെ പിന്നിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നത് ചെന്താമരയാണ്, പിടിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുട്ടികളെ കണ്ടതോടുകൂടി ചെന്താമര ഈ മേഖലയിലേക്ക്, അതായത് തൊട്ടപ്പുറത്തുള്ള മേഖലയിലേക്ക് ഓടിമറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും റോഡ് മറികടന്നുകൊണ്ട് നെല്ലിയാമ്പതി അത്ഭുതകരമായ കാര്യം, ഈ ഇരുട്ടത്ത് ചെന്താമരയ്ക്ക് ടോർച്ചുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാരും ഈ നാട്ടുകാരും ഒക്കെയുള്ള ഈ വലയത്തെ ഭേദിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അധിക ദൂരം പോകാൻ കഴിയില്ലല്ലോ, വെളിച്ചം കയ്യിലുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ അത് മിന്നിക്കുകയാണെങ്കിൽ പുറകെ പോകുന്നവർക്ക് കാണാൻ സാധിക്കും. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ചെന്താമരയാകാം എന്നതാണ് പറയുന്നത്. പക്ഷേ അത്ഭുതകരമാണ്, കഴിഞ്ഞ അരമണിക്കൂറിന് മുൻപ് അവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ചെന്താമരയെ കണ്ടെത്തി. പക്ഷേ ചെന്താമര ഓടി മറയുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളും പറയുന്നത്. ഒപ്പം നാട്ടുകാരും തെരച്ചിലിനോടൊപ്പം ഇപ്പോൾ പോലീസിനോടൊപ്പമുണ്ട്. മുബഷീർ, ഇരുട്ടിൽ അധിക ദൂരം വനത്തിലൂടെ നീങ്ങാൻ കഴിയില്ലല്ലോ ചെന്താമരയ്ക്ക്. എത്ര പരിചയമുള്ള കൊടും വനമാണെങ്കിലും പിന്നിൽ പോലീസും നാട്ടുകാരും ടോർച്ചുമായി തിരയാനുള്ളപ്പോൾ ഇരുട്ടിൽ ഒരുപാട് ദൂരം പോകുക സാധ്യമല്ലല്ലോ. വള്ളിപ്പടർപ്പുകളുണ്ട്, മുള്ളുകളുണ്ട്, കല്ലുകളുണ്ട്, കുഴികളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഗമമായ വഴികളല്ല. അതുകൊണ്ട് അധിക ദൂരം പോകാനും കഴിയില്ല. പതുങ്ങിയിരുന്നാൽ പോലീസിന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. മരത്തിലോ മറ്റോ കയറിയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇനി മുൻപിലുള്ളത് അല്ലേ? പക്ഷേ ഈ തെരച്ചിലിനിടയിൽ കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ ഇനി പോലീസിന്. സ്പീക്കർ കണ്ടെത്താൻ